ഉണ്ണിയമ്മേ കുമ്പടി വന്നു. നിങ്ങൾക്ക് രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ എന്താ ഈ കാലാകാലം ഈ ആരോപണത്തിന് പിന്നിൽ നടക്കണോ? ഞാൻ എന്താ സ്വപ്ന സുരേഷ് ആവണോ? അതിന് നിങ്ങൾ വേറെ ആളെ നോക്കണം. ഇന്നും കിട്ടിയില്ലേ? എന്തായിരുന്നു വിഷയം? എനിക്ക് സൗകര്യമില്ല ഡോക്ടറെ, ഞാൻ പറയാനല്ലോ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഇങ്ങനെ ആവർത്തിച്ച് ഈ പൊട്ടന്മാര് പറയുന്ന പോലെ, പറഞ്ഞിട്ടില്ല, ഈ സ്വപ്ന സുരേഷ് പറയുന്ന പോലെ ആ കാറ്റഗറിയിലേക്ക് നിങ്ങൾ എന്നെ കൊണ്ടാ ഉദ്ദേശിക്കണ്ട. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. എഡിജിപിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വഴിവിട്ട് സംരക്ഷിക്കുന്നതുകൊണ്ട് പിണറായി വിജയന് ബി.ജെ.പി. ബന്ധമുണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളതാണ് എന്റെ ചോദ്യം. അത് മകൾക്ക് വേണ്ടി കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തോന്നിക്കോട്ടെ. വെറുതെ ഇതിങ്ങനെ വളച്ച് തിരിച്ചിട്ട് കാര്യമില്ല. അരുൺ, ഇതൊരു പ്രപഞ്ച സത്യമല്ല അരുൺ. എന്തിനീ ADGP ഇങ്ങനെ കെട്ടിപ്പുണരുന്നു? ആരാണ് അദ്ദേഹം? ചൂടാണ്ട് AC ഒന്നും ഇല്ല. മുഖ്യമന്ത്രിക്ക് അജിത് കുമാറിനെ തൊടാൻ പ്രയാസമുണ്ട്. അജിത് കുമാറിനെ തൊട്ടാലും ശശിയെ തൊട്ടാലും പല കാര്യങ്ങളും പുറത്തു വരും. മുഖ്യമന്ത്രി അപകടത്തിലാകും എന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യല്ലേ? എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അല്ല, എന്ന് വെച്ചാൽ ADGPയെ സംരക്ഷിക്കുന്നു എന്നത് മാത്രമാണ്. അതല്ലാതെ മറ്റു തെളിവുകൾ മുഖ്യമന്ത്രിയും ബി.ജെ.പിയും തമ്മിലുള്ള ബന്ധത്തിനില്ല. അതെ അതെ. എന്നിട്ട് മറ്റു വ്യക്തിപരമായ ഏതെങ്കിലും ഒത്തുതീർപ്പുകൾക്ക് മുഖ്യമന്ത്രി വഴങ്ങി എന്നതിന്റെ തെളിവുകളും താങ്കളുടെ കൈകളിലില്ല. ഇല്ല, ഒരു തെളിവില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ദൈവമേ, ഇത് രണ്ട് കക്ഷികൾക്കും ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത്. പിണറായി വിജയനെ കണക്കാക്കിയിരുന്ന PV അൻവറിന് ആ പിതൃതുല്യ ഭാവം നഷ്ടപ്പെട്ടത് ഏതു ഘട്ടത്തിലാണ്? അത് ഉത്തരം പറ. അത് അല്ല, ഒരു പിതാവിന്റെ പണിയല്ലല്ലോ ഒരു മകനെ കള്ളനാണ് ആക്കിയത്. ഒരു കള്ളക്കടത്ത് കേസിന്റെ പിന്നിൽ ഒരു വലിയ സോഷ്യൽ ഇഷ്യൂ ഞാൻ പുറത്തേക്ക് ഇട്ടപ്പോ ആ പറഞ്ഞ എന്നെ കള്ളനാക്കാൻ അദ്ദേഹം പരിശ്രമം നടത്തിയാൽ അത് ഞാൻ നേരിടൂലേ? 100% ഞാൻ യോജിക്കുന്നു. ഈ വിഷയങ്ങളൊന്നും അന്വേഷിക്കാനും പഠിക്കാനും അറിയാനുമുള്ള ഒരു ശേഷി അങ്ങ് തീക്കനിലൂടെ വന്ന ഉന്നാൽ മുടിയാതെ തമ്പി എന്ന് അങ്ങ് പലതവണ പോസ്റ്റിട്ട പിണറായി വിജയന് നഷ്ടപ്പെട്ടു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതല്ല, പിണറായി വിജയൻ തന്റെ മരുമകന്റേതടക്കമുള്ള ഒരു കോക്കസിന്റെ ഭാഗമായി ഇത് അറിഞ്ഞിട്ടും അറിയാതിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്? എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഇനി ഇതിലപ്പുറം എന്താ ചെയ്യാൻ പറ്റും ഡോക്ടറെ? നിങ്ങൾ തന്നെ പറയാം. ഞാനൊരു സാധാരണ മനുഷ്യനല്ലേ. ഇതിലപ്പുറം ഇനി എന്ത് ചെയ്യാൻ സാധിക്കും? ഇപ്പൊ ഡോക്ടർ പറഞ്ഞു, അരുൺ പറഞ്ഞു, നമുക്ക് രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇത് ചർച്ച ചെയ്യാം. എനിക്കതിന് താല്പര്യമില്ലെന്നേ. അതല്ല ഉദ്ദേശം. നിങ്ങൾക്ക് രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ എന്താ ഈ കാലാകാലം ഈ ആരോപണത്തിന് പിന്നിൽ നടക്കണോ? ഞാൻ എന്താ സ്വപ്ന സുരേഷ് ആവണോ? അതിന് നിങ്ങൾ വേറെ ആളെ നോക്കണം. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. മറ്റു വിഷയങ്ങൾ അവിടെ നിൽക്കട്ടെ എന്നാണ് സൂചിപ്പിച്ചത്. അത് തെറ്റായി ധരിച്ചതാണെന്ന് തോന്നുന്നു. ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ഡോക്ടർ അരുൺ ജി, ഇവിടെ ചർച്ച ചെയ്യേണ്ട രാഷ്ട്രീയമാണ്. താങ്കൾ അപ്പൊ പറഞ്ഞത് രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇത് ചർച്ച ചെയ്യുന്ന അതിനെനിക്ക് സൗകര്യമില്ല ഡോക്ടറെ. ഞാൻ പറയാനല്ലോ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഇങ്ങനെ ആവർത്തിച്ച് ഈ പൊട്ടന്മാര് പറയുന്ന പോലെ, ഈ സ്വപ്ന സുരേഷ് പറയുന്ന പോലെ ആ കാറ്റഗറിയിലേക്ക് നിങ്ങൾ എന്നെ കൊണ്ടാ ഉദ്ദേശിക്കണ്ട. എനിക്കത് പറയാൻ സൗകര്യമില്ല. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, തൽക്കാലം ഇത്രയും മതി. വരട്ടെ.